കിടത്തി ചികിത്സിച്ച് തരണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്ന് പറയും. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് ആരെങ്കിലും പറയലുണ്ടോ? ഇല്ല, പറയലില്ല. അപേക്ഷിക്കാന്ന് പറയും. അതുപോലെ നമ്മളുടെ ഒരു കുട്ടിയെ കോളേജിൽ ചേർത്ത് പഠിപ്പിക്കാൻ വേണ്ടി ചെന്നിട്ട് പ്രിൻസിപ്പാളോടും മറ്റു വേണ്ടപ്പെട്ടവരോടും ഞങ്ങളുടെ കുട്ടിക്ക് ഇവിടെ അഡ്മിഷൻ കൊടുക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്നല്ലാതെ പ്രാർത്ഥിക്കുന്നു എന്ന് ആരെങ്കിലും പറയലുണ്ടോ? അത് എന്റെ കാര്യം. അപ്പൊ പ്രാർത്ഥന എന്നുള്ളത് ഒരു പ്രത്യേക തരത്തിലുള്ള അപേക്ഷയാണ്. എല്ലാ അപേക്ഷക്കും പ്രാർത്ഥന എന്ന് പറയുകയില്ല. എന്ത് അടിസ്ഥാനമാണ്, അതിന്റെ അടിസ്ഥാനം എന്തെന്നുള്ളത് മനസ്സിലായാൽ കാര്യം ക്ലിയറായി. ഞാൻ ഉദാഹരണം പറയാം. ശക്തിയായി കാറ്റടിച്ചിട്ട് നമ്മളെ വീട്ടിന്റെ മിറ്റത്തുള്ള ഒരു തെങ്ങ് വീട്ടിന്റെ നേരെ ചാഞ്ചി വരികയാണ്. അതിങ്ങോട്ട് പറഞ്ഞു വീണാൽ വീട് തകരും, വമ്പിച്ച നാശനഷ്ടങ്ങൾ ഉണ്ടാകും. ഈ ഘട്ടത്തിൽ ഒരു മുട്ടുകൊടുത്ത് തെങ്ങ് താങ്ങി നിർത്താനും കഴിയുന്നില്ല, കമ്പി വലിച്ചു കെട്ടാനും കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും അപകടം കൂടാതെ രക്ഷപ്പെടണമെന്നുള്ള ആശ ശക്തിയായി മനസ്സിൽ ഉണ്ട്. ഒരു വഴിയും കാണുന്നില്ല. ഇതിന് ഭൗതികമായിട്ടുള്ള യാതൊരു മാർഗവും അവിടെ ഇല്ല. ആ സമയത്ത് മനസ്സിൽ നിന്നൊരു ആഗ്രഹം ഇളകി വശമാവില്ല മനുഷ്യർക്ക് അതുണ്ടാവും. പോത്തിനും പൂരിക്കോളും ഉണ്ടാവില്ല. മനുഷ്യർക്കുള്ള ഒരു ജന്മവാസനയാണത്. ശരി, ഈ അപേക്ഷയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന. അത് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നാണ് ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ആശയത്തിൽ വരുന്നത്. വേറെ ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. ആരോടെന്ന് വെച്ചാൽ ബന്ധപ്പെട്ട ഒരു വ്യക്തി ഉണ്ട്, അവിടെയും കൂടി അപേക്ഷിക്കാൻ പാടില്ല. ആരാണ് ആ വ്യക്തി? കാറ്റിന്റെ കാര്യത്തിൽ അള്ളാഹു കൽപ്പിച്ചാക്കിയ മീകായിൽ എന്ന മലക്ക്, ഈ ഇസ്ലാമിന്റെ അഖീദയിൽപ്പെട്ടതാണ്. ആ മീകായിൽ എന്ന മലക്കിനോട് ബഹുമാനപ്പെട്ട മീകായിൽ എന്ന മലക്ക്, ഈ കാറ്റ് ഇത്ര ശക്തിയായിട്ട് ഈ തെങ്ങി എന്റെ വീട്ടിന്റെ നേരെ ചാഞ്ഞു വന്നിട്ട് അത് പറഞ്ഞു വീണാൽ കാര്യം അപകടമായി പോവുമല്ലോ, അതുകൊണ്ട് അതിന്റെ ശക്തി ഒന്ന് ലഘുവാക്കണേ, അതല്ലെങ്കിൽ വേറെ വഴിക്ക് തിരിച്ചുവിടണേ എന്നിങ്ങനെ മീകായിൽ എന്ന മലക്കിന് വിളിച്ച് അപേക്ഷിക്കാൻ പാടുണ്ടോ? പാടില്ല എന്നാ അവിടെ പറയുന്നത്. ഇത് ഒന്നുമല്ലാതെ യാതൊരു ബന്ധമില്ലാത്ത ചില ആളുകളെ വിളിച്ച് തേടുന്നു. വിഡിത്തം പോയത്തല്ലേ അത്? ഇവിടെ ഒരു വകണ്ട് പറയാൻ, പക്ഷെ അത് പാടില്ല. എന്തുകൊണ്ട് പാടില്ല? അള്ളാഹു വിരോധിച്ചതുകൊണ്ട്. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമായിരിക്കണമെന്ന് അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ആശയം അതാണ്. അപ്പോൾ ഈ അപേക്ഷ ഉണ്ടല്ലോ, ഈ അപേക്ഷ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ എന്താ മാർഗം? കത്തയക്കാൻ കഴിയൂല. അള്ളാഹുവിന്റെ മേൽവിലാസത്തിലൂടെ കത്തയക്കാൻ പറ്റൂല, ഫോൺ ചെയ്യാൻ പറ്റൂല, ടെക്സ്റ്റ് അടിക്കാനും പറ്റൂല, ഫാക്സും പറ്റൂല, ഒന്നും നടക്കൂല. പിന്നെ എന്താ പണി? നോക്കിയിട്ട് കാണുന്നില്ല. ഭൗതികമായ ദൃശ്യമായ മാർഗം ഇല്ല. എങ്കിലും മനസ്സിൽ കരുതിയതുപോലും അവ അറിയുകയും വേണ്ടത് ചെയ്യുകയും ചെയ്യുന്ന സ്വഭാവക്കാരനാണ് അള്ളാഹു. ആ നിലക്ക് അപേക്ഷ എന്ന് പറയില്ലേ. അപ്പോൾ ഈ അപേക്ഷ സമർപ്പിക്കാൻ ദൃശ്യവും ഭൗതികവുമായ മാർഗമില്ല, അഭൗതികവും അദൃശ്യവുമാണ്. അതുകൊണ്ട് ആ അപേക്ഷ സ്വീകരിച്ചിട്ട് ഇങ്ങോട്ട് അതിന് വേണ്ടത് ചെയ്തു തരിക എന്നുള്ളതിനും ഭൗതികമായ ദൃശ്യമായ മാർഗമില്ല. അതും അഭൗതികവും അദൃശ്യവും തന്നെയാണ്. അതാണ് പ്രാർത്ഥന. അദൃശ്യമായ മാർഗത്തിൽ സമർപ്പിക്കുകയും അദൃശ്യമായ മാർഗത്തിൽ കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അപേക്ഷ, അതാണ് പ്രാർത്ഥന. അത് അള്ളാഹുവിനോട് മാത്രമേ ആകാവൂ, വേറെ ആരോടും ആയിക്കൂടാ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതാണ് ആരാധന. അദ്ദുആഉ വൽ ഇബാദ. വളരെ കാര്യമായി നിങ്ങളിത് പഠിച്ചോളി. ഇതാണ് ആരാധന. അപ്പോൾ അള്ളാഹുവിനെ രക്ഷിക്കണേ എന്ന് തേടിയാൽ അള്ളാഹുവിനെ ആരാധിച്ചു. ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് തേടിയാൽ അപ്പനെ ആരാധിച്ചു. മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് തേടിയാൽ ഷേഖിനെ ആരാധിച്ചു. ഇവിടെ വലിയൊരു ചിന്താക്കുഴപ്പം സമൂഹത്തിൽ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു. എന്താണ്? ചെറുപ്പത്തിൽ പള്ളി ദർസിൽ കിതാബിൽ കൊണ്ടിരുന്നപ്പോൾ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ, മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടുന്നത് നമ്മൾ സമ്മതിക്കുകയും അതിൽ സംശയം ചോദിക്കുന്നവരോട് നമ്മൾ ദേഷ്യപ്പെടുകയും എതിർക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടുന്നതിന്
നമ്മൾ സമ്മതിക്കുന്നുമില്ലല്ലോ, എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു. അപ്പൊ ഇന്നവിടെ ചീത്ത പറയും. കുറെ പറഞ്ഞിട്ട് മതിയാക്കിയപ്പം ഞാൻ പറഞ്ഞു, ഉസ്താദെ എനിക്കൊന്നും മനസ്സിലായില്ല, ഞാൻ ചോദിച്ചത് ഉസ്താദിന് ഇഷ്ടമായില്ല എന്ന് മനസ്സിലായി, ദയവുണ്ടായി എന്റെ സംശയം തീരത്തക്ക എന്തെങ്കിലും പറഞ്ഞു തരണേന്ന് പറഞ്ഞു. അപ്പോ പറഞ്ഞു, എടാ മുഹദ്ദീൻ ശൈഖ് അള്ളാഹുവിന് പ്രിയപ്പെട്ടവനാണെന്നും ഗുരുവായൂരപ്പൻ അള്ളാഹുവിന് വെറുക്കപ്പെട്ടവനാണെന്നും നിനക്ക് അറിഞ്ഞൂടെയോ എന്ന് ചോദിച്ചു. അതാണ് കാര്യമല്ലേ? യഥാർത്ഥത്തിൽ എനിക്കത് അറിഞ്ഞൂടട്ടോ, ഞാൻ പെങ്ങളോട് പറയാം, അയാളോടെ പറഞ്ഞിട്ടില്ല, പറഞ്ഞാൽ അവർക്ക് എനിക്ക് അടികൊള്ളു, എനിക്കത് അറിഞ്ഞൂടാ. അതാണോ കാര്യം? പിന്നെന്താ? എന്നാൽ പിന്നെ ഈസാ നബിയെ വിളിച്ചു തേടുന്നത് എതിർക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞടാ കുരുത്തം കെട്ടോ, നീ ഇപ്പോൾ തന്നെ തല തിരിഞ്ഞു പോയി.